ഗുഡ് ഈവനിംഗ് ഡേയ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇല്ലിഗൽ എല്ലാ ദിവസമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി വളരെ ഫ്ലാറ്റായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഒരു ഹയർ സൈഡിലേക്ക് പോയി. വോളറ്റിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും വലിയൊരു മൂവ്മെൻറ്റ് കണ്ടില്ല. ഇന്നലെ ശക്തമായ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ലോവർ സൈഡിൽ നിന്നല്ല തന്നെ ഇൻട്രാഡേ ലോയിൽ നിന്ന് ഇന്നലെ നിഫ്റ്റി അതിശക്തമായി മുകളിലേക്ക് പോയി. എന്നാൽ ഇന്ന് സെൻസെക്സ് 114 പോയിൻറ്റ് മൈനസിൽ, നിഫ്റ്റി ഏകദേശം ഒരു 50 പോയിൻറ്റ് മൈനസിലും 24,326 നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും HDFC ലൈഫ്, ബജാജ് ഓട്ടോ, M&M, ഗ്രാസിം, NTPC തുടങ്ങിയ കമ്പനീസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ HUL, TCS, ടെക്കം, ടൈറ്റാൻ, ITC തുടങ്ങിയ കമ്പനീസാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇന്ന് ഓട്ടോ സെക്ടറിൽ നിന്ന് ഒരു ഡിഫൻസ് സെക്ടറിൽ നിന്നും ഫ്രഷ് ബൈയിങ് കണ്ടു. സെക്ടർ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഡിഫൻസ് സെക്ടറിൽ നിന്ന് പാരാസ് ഡിഫൻസ് 9% ഒരു റാലി, ഭാരത് ഡൈനാമിക്, ഭാരത് ഫോർജ് തുടങ്ങിയ കമ്പനീസ് റാലി രേഖപ്പെടുത്തി. ഓട്ടോ സെക്ടറിൽ നിന്ന് 3% ബജാജ് ഓട്ടോ റാലി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഷെയർ ബൈബാക്ക്, Q4 റിസൾട്ട് ആണ് ഈ ഒരു ബജാജ് ഓട്ടോയുടെ റാലിക്ക് പിന്നിലുള്ള റീസൺ. കൂടാതെ ഭാരത് ഫോർജ് 7%, പേടിഎം, പോളിക്യാബ്, ഭാരത് ഡൈനാമിക് തുടങ്ങിയ കമ്പനീസ് ഈ ഒരു മിഡ് ക്യാപ്പ് സെക്ടറിൽ നിന്ന് റാലി രേഖപ്പെടുത്തി. ഇനി കോൾ ഇന്ത്യ ഇന്ന് ഗവൺമെൻറ് അവരുടെ സ്റ്റേക്ക് സെല്ല് ചെയ്യുമെന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോൾ ഇന്ത്യ ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരുമ്പോൾ ഗോൾഡ് ഏകദേശം ഒരു 1% ഉയർന്ന 4736. സിൽവർ 5% സ്പൈക്ക് ചെയ്ത് 81. ബിറ്റ്കോയിൻ ഫ്ലാറ്റാണ് 81,000. ബ്രന്റ് ഓയിൽ 4% ഇടിഞ്ഞ് 97. ആദ്യമായാണ് ഇപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷം ക്രൂഡ് ഓയിൽ 90 താഴെ പോയി. നാച്ചുറൽ ഗ്യാസും 1% ഇടിഞ്ഞു. ഗിഫ്റ്റ് നിഫ്റ്റി 24,415. ഡോ ഫ്യൂച്ചർ, നാസ്ഡാക്ക് ഫ്യൂച്ചറെല്ലാം തന്നെ പോസിറ്റീവാണ്. കൂടാതെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് എന്നാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ഇതിൻ്റെ കാരണം ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ അതിശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇന്ന് പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഉള്ളത്, ഇന്ത്യ വിക്സ് ഇന്നും ക്രാഷ് ചെയ്തു 1.5%. 16.42 ഇന്ത്യ വിക്സിൻ്റെ നിൽപ്പ്. അപ്പോൾ ഇന്നലെയും ക്രാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു 8% ഇന്ത്യ വിക്സ് ക്രാഷ് ചെയ്തു. ഇന്നും ഇന്ത്യ വിക്സ് ക്രാഷ് ചെയ്തു 16 താഴെ പോയി. പ്രീമിയം എല്ലാം തന്നെ ഒരു ഡീസൻറ്റ് പ്രീമിയമാണ് ഉള്ളത്, അല്ലാതെ അഗ്രസീവ് പ്രീമിയം തന്നെ ഒന്നും തന്നെ ഇല്ല. വിക്സ് കൂൾ ഡൗൺ ആകുക, അതിനർത്ഥം മാർക്കറ്റിൽ വോളറ്റിലിറ്റി കുറയുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ എപ്പോഴാണ് വിക്സ് സ്പൈക്ക് ചെയ്യുന്നത്, അതനുസരിച്ച് എപ്പോഴാണ് ഓപ്ഷൻ പ്രീമിയം സ്പൈക്ക് ചെയ്തത് എന്നുള്ളത് പറയാൻ സാധിക്കില്ല. കാരണം മാർക്കറ്റ് സമയത്ത് തന്നെ നമുക്ക് പലതരം ന്യൂസുകളെല്ലാം തന്നെ വരുന്നുണ്ട്. പല സമാധാന ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, എന്നാൽ മറുഭാഗത്ത് ചില പൊട്ടിത്തെറികളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പൊതുവേ മാർക്കറ്റ് സമാധാനപരമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ വിക്സും US വിക്സും ക്രാഷ് ചെയ്യുന്നതും ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ക്രൂഡ് പ്രൈസും ക്രാഷ് ചെയ്യുന്നത്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഇതിനു മുമ്പ് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറായിട്ടുള്ള അപ്സ്റ്റോക്കിൽ ഓപ്പൺ ചെയ്യാം. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. PNC ഇൻഫ്ര 194 കോടി രൂപയുടെ ഒരു ലക്നൗയുടെ ഫ്ലൈ ഓവർ ഓർഡർ ലഭിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ് അവർക്ക് 100 കോടി രൂപയുടെ ഓർഡർ അദാനി ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചു. വെസ്റ്റ് ലൈഫ് ഫുഡ് നെറ്റ് പ്രോഫിറ്റ് 55% ഉയർന്നു, റവന്യൂ ഉയർന്നു. തോമസ് കുക്ക് കമ്പനി ട്രാവൽ രംഗത്തെ ലീഡിങ് കമ്പനിയാണ്. അവർ SOTs ആയിട്ട് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. തൈറോ കെയർ കമ്പനി ലാബ് കമ്പനിയാണ്. 21 കോടി രൂപയിൽ നിന്ന് 47 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. NTPC കമ്പനി ഒരു MCD ആയിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. തെർമാക്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 205 നിന്ന് 244 ഉയർന്നു, റവന്യൂ ഉയർന്നു. BSE 490 നിന്ന് 790 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. സൊനാറ്റ സോഫ്റ്റ്വെയർ നെറ്റ് പ്രോഫിറ്റ് 107 നിന്ന് 131 ഉയർന്നു. ഡാബർ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് അവർ 320 നിന്ന് 369 കോടി രൂപയിലേക്ക് ഉയർന്നു. കൊട്ടാക് ബാങ്ക് RBIയുടെ ഭാഗത്തു നിന്ന് ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. സിറ്റി യൂണിയൻ ബാങ്കിൻ്റെ 10% സ്റ്റേക്ക് അക്യൂർ ചെയ്യാനായിട്ട്. അപ്പോളോ പൈപ്പ് റിസൾട്ട് വന്നിരുന്നു, റവന്യൂ 10% ഉയർന്നു. കൂടാതെ തന്നെ ഇവരുടെ എക്സ്പാൻഷൻ പ്രൊജക്റ്റ് നോർത്തിൽ അപ്രൂവ് ആയിട്ടുണ്ട്. കമ്പനി ഇന്ന് 10% സ്റ്റോക്ക് സ്പൈക്ക് ചെയ്തു. കരൂർ വൈശ്യ ബാങ്ക് 513 നിന്ന് 730 പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഭാരത് ഫോർജ് കമ്പനി ഇവർ
ബാബ കല്യാണി പ്രൊജക്റ്റായിട്ട് ഡിഫൻസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. റിലയൻസ് കമ്പനി ഇവർ കണ്ടാലക ട്രാൻസ്മിഷൻ എൻ്റെ 100% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. സീഗിൾ ഇന്ത്യ കമ്പനി 74 കോടി രൂപയിൽ നിന്ന് 130 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. വണ്ടർല 11 കോടി രൂപയിൽ നിന്ന് 16 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. എസ്കോട്ട് 250 നിന്ന് 325 പ്രോഫിറ്റ് ഉയർന്നു. പൊതുവേ മിഡ് ക്യാപ്പ് സെക്ടറിൽ എല്ലാം തന്നെ മെച്ചപ്പെട്ട ഒരു Q4 റിസൾട്ടുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതും മാർക്കറ്റിന് ഒരു റാലിക്ക് സഹായകമായിട്ടുണ്ട്. ഇതുവരെ വന്ന റിസൾട്ടുകൾ വളരെ മോശമായിട്ടുള്ള റിസൾട്ട് പൊതുവേ ഇല്ല, ഒരു ഓക്കെ ആയ റിസൾട്ടാണ് ഉള്ളത്. അപ്പോൾ എനിവേ നമുക്ക് നാളെ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ കാണാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.